വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക്. ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണ്ണമോഷണത്തിൽ പ്രത്യേക എഫ്ഐആറുകൾ. ഇരു കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതി. 9 ദേവസ്വം ജീവനക്കാരും മുൻ പ്രസിഡന്റും പ്രതിപട്ടികയിൽ. AKG സെന്ററിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കടത്തിൽ കടകംപള്ളി വിശദീകരണം നൽകിയോ എന്നതിൽ ആകാംക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ ED സമൻസ് അയച്ചത് പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലെന്ന് സൂചന. സ്വപ്ന സുരേഷ് വിവേകിന്റെ പങ്കിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത് 2023-ൽ വിവേകിന് സമൻസ് ലഭിച്ചത് പാർട്ടി അറിയിച്ചില്ലെന്നും സൂചനകൾ. വിവാദമായി EP ജയരാജന്റെ ആത്മകഥ നവംബർ 3-ന് പുറത്തിറങ്ങും. ഇതാണ് എന്റെ ജീവിതമെന്ന പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ. നവംബർ 3-ന് കണ്ണൂരിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ എഴുത്തുകാരൻ T പത്മനാഭന് നൽകി മുഖ്യമന്ത്രി പുസ്തകം പ്രകാശനം ചെയ്യും. മലപ്പുറത്ത് ശൈശവ വിവാഹം നടത്താൻ ശ്രമിച്ച വീട്ടുകാർക്കെതിരെ കേസെടുത്ത് കാടാമ്പുഴ പോലീസ്. പ്രതിഷേധ വരനും വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും പ്രതിപട്ടികയിൽ. നിശ്ചയത്തിൽ പങ്കെടുത്ത 10 പേർക്കെതിരെയും കേസ്. 14 വയസ്സുള്ള പെൺകുട്ടിയെ ഏറ്റെടുത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. KSRTC സ്വകാര്യ ബസ് ഡ്രൈവർമാർ നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടർന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കോതമംഗലത്ത് അതിവേഗത്തിലും ഹോൺ അടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ നടപടി. ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശം. ചാലക്കുടിയിൽ യാത്രക്കിടെ KSRTC ബസിന്റെ വീൽ ഊരിത്തെറിച്ചു. ഒഴിവായത് വൻ അപകടം. ഓപ്പറേഷൻ ടുംഖോന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടുന്നതിന് കസ്റ്റംസിന് അപേക്ഷ നൽകാൻ ദുൽഖർ സൽമാൻ. നീക്കം ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ കസ്റ്റംസ്. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ KSRTC സ്വകാര്യ ബസ് ഡ്രൈവർമാർ നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടർന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കോതമംഗലത്ത് അമിത വേഗത്തിലും ഹോൺ അടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ മിന്നൽ വേഗത്തിലാണ് മന്ത്രി നടപടിയെടുത്തത്. ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാനും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മന്ത്രി നിർദ്ദേശിച്ചു. വിവിധയിടങ്ങളിൽ നടപടി കർശനമാക്കുമ്പോൾ മന്ത്രിയുടെ ശ്രദ്ധ പതിയാത്ത ഇടങ്ങളിൽ നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിത വേഗതയും പലപ്പോഴും വലിയ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്. അഭിജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ നിരവധിയായിട്ടുള്ള നിയമലംഘനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ നടക്കുന്നുണ്ട്. എന്നാൽ എല്ലാത്തിനും ഇപ്പോഴും ഒരു ശരിയായ രീതിയിൽ ഒരു നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഈ ഗതാഗത മന്ത്രിയുടെ കണ്ണിൽ പെടുന്ന കാര്യങ്ങൾക്ക് മാത്രം ഒരു നടപടി വരുന്ന ഒരു സാഹചര്യം ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം? ഈ പ്രൈവറ്റ് ബസ് എന്ത് നിയമലംഘനമാണ് കാണിച്ചത്? ആവണി, താൻ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലെ അമിത വേഗത്തിലും ഹോണടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ ഉടനടി നടപടിയെടുത്തിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കോതമംഗലത്തായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി പങ്കെടുത്ത പരിപാടി. ഇതിന്റെ പേരിൽ സമരം ചെയ്താൽ 100 ബസ് ഇറക്കുമെന്നുള്ളതാണ് മന്ത്രി മുന്നറിയിപ്പായി നൽകുകയും ചെയ്തത്. കോതമംഗലത്ത് KSRTC സ്റ്റാൻഡിൽ പുതിയ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം നടക്കുന്നതിനിടെയാണ് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ആയിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടകൻ. മന്ത്രിയുടെ പ്രസംഗത്തിന് മുമ്പ് ആന്റണി ജോൺ MLA അധ്യക്ഷ പ്രസംഗം നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ് നിർത്താതെ ഹോണടിച്ച് വേഗത്തിൽ തൊട്ടപ്പുറത്തുള്ള ഹൈറേഞ്ച് സ്റ്റാൻഡിലേക്ക് പാഞ്ഞു പോവുകയും ചെയ്തത്. ഫയർ എഞ്ചിൻ പോലെ ആയിരുന്നു ഹോണടിച്ചുള്ള ബസിന്റെ വരവ് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളടക്കം പറയുകയും ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഇക്കാര്യം പരാമർശിക്കുകയും ചെയ്തു. ബസിന്റെ ഹോണടിച്ചുള്ള വരവ് കണ്ട് MLA മന്ത്രിയും അടക്കം പേടിച്ചുപോയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇത് പരാമർശിക്കുകയും ശേഷം തുടർ നടപടി, അത് വൈകാതെ തന്നെ കർശന നടപടി ഈ വിഷയത്തിൽ ഡ്രൈവർമാർക്കെതിരെ എടുക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രൈവർമാരുടെ
ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാനും കഴിയുന്നത്. ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ നാളെ സമരം നടത്തിയാൽ 100 ബസ് പകരം ഇവിടെ ഇറക്കുമെന്നുള്ളതാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ആ ബസ്സൊന്നും പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നതുകൂടി ഓർക്കണം എന്നതുകൂടി മന്ത്രി പറയുകയും ചെയ്യുകയാണ്. മന്ത്രിയുടെ ഉത്തരവിന് പിന്നാലെ യാത്രക്കാരെ മുനിസിപ്പൽ സ്റ്റാൻഡിൽ ഇറക്കിയ ബസ് പിന്നീട് ഹൈറേഞ്ച് സ്റ്റാൻഡിൽ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. 2 ബസ്സുകളിലെയും ഡ്രൈവർമാർക്ക് വിശദീകരണത്തിന് നോട്ടീസ് നൽകി തിങ്കളാഴ്ച ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് ജോയിന്റ് ആർടിഒ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിനാവണി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. KSRTC സ്വകാര്യ ബസ് ഡ്രൈവർമാർ നടത്തുന്ന നിയമലംഘനങ്ങൾ, അത് 1-2 നിയമലംഘനങ്ങൾ മാത്രമല്ല, പലതവണ പല സ്ഥലത്ത് വെച്ചും പല സമയങ്ങളിലും ഇത്തരത്തിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ എല്ലായിടത്തും മന്ത്രിയുടെ ശ്രദ്ധ പതിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും മന്ത്രിയുടെ ശ്രദ്ധ പതിയാത്ത പല സംഭവ വികാസങ്ങളുമുണ്ട്. ആളുകൾക്ക് പരിക്കുപറ്റുന്ന സാഹചര്യമുണ്ട്. ആളുകൾക്ക് ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യം പോലും പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിവിധയിടങ്ങളിൽ നടപടി കർശനമാക്കുമ്പോൾ മന്ത്രിയുടെ ശ്രദ്ധ പതിയാത്ത ഇടങ്ങളിൽ നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടേണ്ടത് കൂടിയുണ്ട്. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിലെ ട്രാഫിക് സംസ്കാരം അത് എത്രത്തോളം ഉണ്ട് ആളുകൾക്കിടയിൽ എന്നുള്ളത് പലകുറി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും ഈ ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും പരിക്കുപറ്റി മാസങ്ങളോളം വർഷങ്ങളോളം ചികിത്സ തേടുകയും ഒക്കെ തന്നെയും ചെയ്യുന്നത്. കേരളത്തിലെ ട്രാഫിക് സംസ്കാരം പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യം ദീർഘനാളായി തന്നെ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ എത്ര കണ്ട് അംഗീകരിക്കപ്പെടുന്നു സർക്കാർ തലത്തിൽ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമുക്കറിയാം ഇതര സംസ്ഥാനങ്ങളിലാകട്ടെ വിദേശ രാജ്യങ്ങളിലാകട്ടെ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ട്രാഫിക് മാനുവൽ ഉണ്ട്. ആ മാനുവലിലൂടെ കൃത്യമായി വാഹനം ഓടിച്ചാണ് ആളുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ദേശീയപാതയിൽ അത് ഇപ്പോൾ എന്താണ് അന്തർ സംസ്ഥാന പാതയിലൊക്കെ തന്നെയും വാഹനം ഓടിക്കേണ്ട ഒരു നിശ്ചിത ഈ km/h കൃത്യമായി വേഗതയുണ്ട്. ആ ഒരു വേഗതയിൽ കൂടെ മാത്രമേ ഏതൊരു വാഹനവും പോകാവൂ. കൃത്യമായി ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലൂടെ മാത്രമേ അമിത വേഗതയിൽ ഇത്തരത്തിൽ ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങളാണെങ്കിൽ പോലും പോകാവൂ. അങ്ങനെ പലതിനും പല കാര്യങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് എത്ര കണ്ട് നടപ്പിലാകുന്നു കേരളത്തിൽ എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കോതമംഗലത്ത് ഒരു ബസിന്റെ ചക്രം ഊരിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടുകൂടി ഇത്തരത്തിലൊരു ഇരുചക്ര വാഹന യാത്രക്കാരൻ പോയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ യാത്രക്കാരി പോയിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ നമുക്കറിയാം ഈ പലപ്പോഴും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നത് അത് ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിത വേഗതയും കൊണ്ട് തന്നെയാണ് എന്നുള്ളത് പലകുറി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ മന്ത്രി എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെയും ചെയ്യുന്നുണ്ട്. പക്ഷേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന നിയമലംഘനത്തിൽ കൂടി മന്ത്രി എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇതിലൊരു ശാശ്വതമായിട്ടുള്ള ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിലേക്ക് വരാതെ ഒരു പൂർണ്ണമായും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ റോഡ് അപകടങ്ങൾ ലഘൂകരിക്കേണ്ടി വന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു മുക്തി നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവത്തിൽ കർശന നടപടി എടുക്കുമെന്നുള്ളതാണ് മന്ത്രി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെർമിറ്റ് റദ്ദാക്കും, ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നുള്ള കാര്യവും മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കോതമംഗലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നേരത്തെ ആയൂരിൽ വെച്ച് KSRTC ഡ്രൈവറോട് മന്ത്രി ഈ ബസ്സിനുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കിടന്നതിനെ തുടർന്ന് ഡ്രൈവറോട് ശോഭിക്കുകയും പിന്നീട് ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യം പോലും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ KSRTC നവീകരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ പോലും ഡ്രൈവർമാർ വരുത്തി വെക്കുന്ന അപകടങ്ങൾ അത് ലഘൂകരിക്കാൻ കൂടി സർക്കാർ തലത്തിൽ എത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയുമാണ്. ഏതായാലും ഈ സംഭവത്തിൽ മന്ത്രി നടപടി വൈകാതെ തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ശരി, അഭിജിജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഉദ്ഘാടന വേദിക്ക് സമീപം ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയായിരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കോതമംഗലത്താണ് KSRTC ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പോയത്. ഇതിനായി പോകുമ്പോഴാണ് ഈ പോകുന്ന വഴിയിൽ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് ഹോൺ മുഴക്കി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും ഈ വണ്ടിയുടെ പെർമിറ്റ് റദ്ദാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു.
മന്ത്രി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. വേദി വിട്ടു പോകുന്നതിന് മുൻപ് തന്നെ മന്ത്രി ഈ ഒരു കാര്യത്തിൽ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനും RTOയ്ക്ക് ഉടനടി നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ എന്നാൽ മറ്റൊരു സംഭവം തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ KSRTC ബസിന്റെ വീൽ ഊരിപ്പോയി എന്നുള്ള കാര്യമാണ്. ചാലക്കുടിയിൽ യാത്രക്കിടെ KSRTC ബസ്സിന്റെ ടയർ ഊരിപ്പോവുകയായിരുന്നു. 30 മീറ്ററോളം ടയർ ഉരുണ്ട് സമീപത്തെ കുളത്തിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന്റെ മുൻചക്രമാണ് ഊരിത്തെറിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുള്ള 2 വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ KSRTC ബസ്സിൻ്റെയും സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെയും ഒക്കെ നിയമലംഘനങ്ങൾ, അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. കോതമംഗലത്ത് അമിത വേഗത്തിലും ഹോൺ അടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ മിന്നൽ വേഗത്തിലാണ് മന്ത്രി ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ളത്. ഈ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഇത്തരം നടപടി കർശനമാക്കുമ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ പതിയാത്ത നിയമലംഘനങ്ങളും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്ത് KSRTC ബസ് ടെർമിനൽ ഉദ്ഘാടന വേദിയിൽ വെച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി എന്നുള്ള കാര്യം പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും മണികണ്ഠൻ വരവൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മണികണ്ഠൻ, ഈ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഈ ബസിന്റെ ടയർ ഊരിത്തെറിച്ച ഒരു സംഭവം ഉണ്ടായതാണ്, അതോ ഇന്നാണോ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്? ഇന്നലെ വൈകിട്ടാണ് KSRTC ബസിന്റെ ടയർ ഊരിപ്പോയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചാലക്കുടിയിലാണ് യാത്രക്കിടെ KSRTC ബസിന്റെ ടയർ ഊരിപ്പോയത്. അതേപോലെ തന്നെ ഒഴിവായത് വൻ ദുരന്തമായിരുന്നു. 30 മീറ്ററോളം ടയർ ഉരുണ്ട് സമീപത്തെ കുളത്തിലേക്കാണ് തെറിച്ചു വീണത്. തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസിന്റെ ടയർ മുൻചക്രമാണ് ഊരിത്തെറിച്ചത്. സംഭവത്തിൽ വേറെ ആർക്കും പരിക്കൊന്നുമില്ല. ശരി, മണികണ്ഠൻ വരവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധനായ ഉപേന്ദ്രനാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നോക്കൂ, ഈ കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്തുണ്ടായ ഒരു സംഭവത്തിൽ ഗതാഗത മന്ത്രി അടിമുടി അല്ലെങ്കിൽ അതിവേഗം നടപടിയെടുത്തത്. നമുക്കറിയാം, ഇതിനു മുൻപേയും ഈ ബസ്സിന്റെ മുന്നിൽ വാട്ടർ ബോട്ടിലൊക്കെ കിടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി എടുത്ത അല്ലെങ്കിൽ ഈ റോഡിൽ ഇറങ്ങി നിന്ന് ആ ഡ്രൈവറെ ശകാരിച്ച വിഷയമൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ കോതമംഗലത്ത് പ്രൈവറ്റ് ബസ്സിന്റെ അമിത വേഗതയും അതുപോലെ തന്നെ ഹോൺ മുഴക്കിയുള്ള യാത്രയും കണ്ട ഗതാഗത മന്ത്രി ഈ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കാനും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം അത് നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തീരുന്നുണ്ടോ? ഈ ഗതാഗത മന്ത്രിയുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങളിൽ മാത്രം ഒരു നടപടി വന്നാൽ മതിയോ? പോരാ. കാര്യം അദ്ദേഹം കോതമംഗലത്ത് വന്നിട്ട് ഈ ഹൈ റേഞ്ചിലേക്ക് പോയ 2 പ്രൈവറ്റ് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമ്പോഴുള്ള പ്രശ്നം, ഈ ബസ്സുകൾ 2 പെർമിറ്റ് റദ്ദാകുമ്പോൾ അതിന് പകരമായിട്ട് KSRTC ബസ് അതേ റൂട്ടിൽ ഓടാനുള്ള സംവിധാനം കൂടി അദ്ദേഹം ചെയ്യേണ്ടതാണ്. കാര്യം ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ കോതമംഗലത്തുനിന്ന് ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇടുക്കി ജില്ലക്കാര്. അപ്പൊ അവരുടെ ഉൾനാടൻ പ്രദേശത്തേക്ക് പോകേണ്ട ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കേണ്ടത്, അതേ ദിവസം തന്നെ അതേ റൂട്ടിന് പകരം വേറെ KSRTC ബസ്സോ മറ്റ് ബസ്സുകളോ ഇട്ട് യാത്ര ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. പിന്നെ കേരളത്തിൽ ഉടനീളം അദ്ദേഹം ഒന്ന് യാത്ര ചെയ്തിട്ട്, അദ്ദേഹം മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരാള് വിചാരിച്ചാൽ ഇങ്ങനെ 1-2 ബസ് കണ്ടുപിടിക്കാമെന്നല്ല, കേരളം മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടത്ര യാത്രാ സമയം ഇല്ല. അത് അവർക്ക് റണ്ണിങ് ടൈം കൂടുതലായിട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ, അപകടരഹിതമായിട്ട്. അതേപോലെ തന്നെയാണ് KSRTC ബസ്സും. ഈ ഗതാഗത കുരുക്ക് മൂലം കേരളത്തിലെ മുഴുവൻ ബസ്സുകൾക്കും ഒരു 10% റണ്ണിങ് ടൈം കൂട്ടിക്കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ അദ്ദേഹം ചുമതലപ്പെടുത്തണം. ഇപ്പൊ ആ ബസ് ചീറിപ്പാഞ്ഞു പോയതോ ഹോൺ അടിച്ചതോ ഒക്കെ വലിയ കുറ്റമാണെങ്കിൽ തന്നെ അവരുടെ റണ്ണിങ് ടൈം കൂടി അദ്ദേഹം ഒന്ന് പരിശോധിക്കണമായിരുന്നു. എത്ര മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഡ്രൈവർക്ക് ഓടിയെത്താൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പെർമിറ്റ് ഉടനടി ക്യാൻസലാക്കാൻ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എനിക്കറിയില്ല. ഉടനടി 2 പെർമിറ്റ് ക്യാൻസലാക്കാന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് പോകേണ്ട ആൾക്കാർ ഏത് വഴിക്ക് പോകും?
ഒന്നാമത് മലയോര പ്രദേശമാണ്. ഈ പ്രൈവറ്റ് ബസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഇടുക്കി, പത്തനംതിട്ട മലയോര പ്രദേശങ്ങളിൽ. പലയിടത്തും KSRTC ബസ് ഓടുന്നില്ല. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നിയമലംഘനങ്ങൾ അത് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം ഈ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ റോഡ് സുരക്ഷയെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. എന്നാൽ ഈ കേരളത്തിലും സമാന രീതിയിലാണോ ഈ കാര്യങ്ങൾ പോകുന്നത്? അതേസമയം നമുക്ക് ഈ ഗൾഫ് പോലുള്ള രാജ്യങ്ങളിലെ നിയമങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് താനും. അല്ല, ഇവിടെ സത്യം പറഞ്ഞാൽ റോഡ് സുരക്ഷ എന്നൊന്നും ഇല്ല. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം റോഡ് സുരക്ഷയുടെ മന്ത്രിയാണ്. അദ്ദേഹം റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും ചെലവാക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമല്ലേ? എത്ര കൊല്ലമായിട്ട് അദ്ദേഹത്തിനോട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് റോഡ് സുരക്ഷ പ്രൊമോഷൻ ചെയ്യണം. കാര്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇപ്പൊ അദ്ദേഹം പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന വണ്ടികൾ മാത്രം ചെക്ക് ചെയ്താൽ പോരല്ലോ. അല്ലെ കോതമംഗലത്തെ ഒരു പരിപാടിക്ക് വരുമ്പോ കാണുന്നതല്ലല്ലോ. റോഡിൽ കേരളത്തിൽ ഉടനീളം റോഡ് അപകട ഭീഷണിയുണ്ട്. റോഡ് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട, KSRTCയുടെ അപകട നിരക്ക് തന്നെ കുറയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം 2 ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റും. അത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഫ്ലീറ്റ് ആണല്ലോ KSRTC. അദ്ദേഹം ഉടനടി ചെയ്യേണ്ടത്, ഞാനൊരു റോഡ് സുരക്ഷാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ബഹുമാനപ്പെട്ട മന്ത്രിയായ ഗണേഷ് കുമാർ സാറിനോട് പറയാനുള്ളത്, റോഡ് സുരക്ഷ സിലബസിൽ ഉൾപ്പെടുത്തി ഉടനടി ഒരു വിജ്ഞാപനം ഇറക്കണം. അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയെ കൊണ്ട് നിർബന്ധമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് അടുത്ത കൊല്ലമെങ്കിലും സിലബസിൽ ഉൾപ്പെടുത്തി റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം സ്കൂളുകളിലും കോളേജുകളിലും പാഠ്യവിഷയമാക്കണം. അതാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഓഫീസറാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, കൂടാതെ റോഡ് സുരക്ഷാ കമ്മീഷൻ. ഇവർ രണ്ടുപേരെയും കൊണ്ട് നമ്മുടെ എക്സസീവ് സ്പീഡ്, വാഹനങ്ങളുടെ സ്പീഡ് ഡിസൈൻ സ്പീഡിനേക്കായി കൂടുതലായി വരുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും സിയാം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനും അദ്ദേഹം ഒരു ശുപാർശ കത്ത് കൊടുക്കണം. അതായത് 100 കിലോമീറ്ററിന് മേലെ പോകുന്ന വാഹനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരരുത്. കാര്യം 82% റോഡ് അപകടങ്ങളുടെയും കാരണം അമിതമായ വേഗതയാണ്. അത് നമ്മുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പരിഹാരം വേണം. രണ്ടാമത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. മൂന്നാമത് ഡ്രൈവിംഗ് ട്രെയിനിങ്ങും ലൈസൻസിങ്ങും കുറെ കൂടി കർക്കശമാക്കണം. പലയിടത്തും ഡ്രൈവിംഗ് എറർ കൊണ്ടാണ് ഈ കേരളത്തിൽ അപകടങ്ങൾ പെരുകുന്നത്. അത് പ്രത്യേകമായിട്ടും ഈ 2 വീലർ ഓടിക്കുന്നവരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വലിയ വാഹനങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ്. അവരുടെ റെക്ലസ് ഡ്രൈവിംഗ് മൂലം കാൽനടക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. പിന്നെ കാൽനട പാതകളെല്ലാം തന്നെ റേസ്ഡ് ഫുട്പാത്ത്, സീബ്ര ക്രോസിംഗ് ആക്കി മാറ്റം. അങ്ങനെ പലതും നമുക്ക് ചെയ്യാനുണ്ട്. അതിന് അടിയന്തരമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണുന്നത് മാത്രമല്ലല്ലോ, കേരളത്തിൽ ഉടനീളം പ്രശ്നങ്ങളുണ്ട്. 12 പേർ ഒരു ദിവസം റോഡിൽ മരിക്കുകയാണ്. 10-50 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നുണ്ട്. അദ്ദേഹം റോഡ് സുരക്ഷാ അതോറിറ്റിയുടെയും കൂടി ചെയർമാനാണല്ലോ. അപ്പൊ ഞങ്ങളെ മാതിരി ഇതിന്റെ വിദഗ്ധന്മാരെ കൂടി അദ്ദേഹം ഒന്ന് വിളിച്ച് ചേർത്തിട്ടൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാക്കിക്കൊണ്ട് റോഡ് സുരക്ഷാ നടപടികൾ കർശനമാക്കാനും ശാശ്വതമാക്കാനും ഉള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ റോഡ് അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി കാണുന്നത് മാത്രമായിട്ട് ഇത് ചുരുങ്ങും. അതായത് വേറൊരു പ്രശ്നം കൂടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരാണ്. ഈ തിരുവനന്തപുരത്ത് നിന്നും പോയ KSRTC ബസ്, അതിന്റെ ടയർ ഊരിത്തെറിച്ചു. എത്ര വലിയൊരു അപകടമാണ് ഒഴിവായി പോയതെന്ന് പറയാതെ വയ്യ. കാരണം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ ടയർ ഊരിത്തെറിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു, ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ വരുന്നൊരു വീഴ്ചയല്ലേ അത്? പിന്നെ നമുക്ക് പേടിച്ചാണ്. KSRTC ബസ്സിൽ ഇരിക്കുന്ന പൊതുവെ പേടിച്ചാണ്. അതുകൂടാതെ ഇപ്പോ തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരം പോയ ബസ് പുത്തൻ ബസ്സാണ്, ബ്രാൻഡ് ന്യൂ ബസ്സാണ്, അധികം ഓടിയിട്ടില്ലാത്ത ബസ്സാണ്. അപ്പൊ അതിന്റെ വർക്ക്ഷോപ്പുകൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് വീൽ ഊരിപ്പോയത്. ടയറല്ല, അതിന്റെ വീലാണ്. ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ വീൽ ഊരിപ്പോയത് ഒരു കുളത്തിലേക്കാണ് ആ വണ്ടി പോകാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് പോയില്ല. പക്ഷെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള ചാലക്കുടി ഭാഗത്താണ് ഈ വാഹനം വീലില്ലാതെ അവിടെ റോഡിൽ 10-30 മീറ്റർ ഒരഞ്ഞു നിന്നതും പോലീസിന് പണിയായി. അതുമാതിരിയല്ല, അതിലെ പാസ് ചെയ്ത എല്ലാവർക്കും അരമണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ആക്കി ഈ KSRTC ബസ്. അപ്പൊ KSRTC ബസിന്റെ റോഡ് വർത്തി കണ്ടീഷൻ പരിതാപകരമാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് നോക്കണം, അറിയണം.
യാത്രക്കാർ ശ്രദ്ധിക്കണം. യാത്രക്കാർ കയറിയാൽ തന്നെ ഡ്രൈവർമാരോടോ കണ്ടക്ടറോടോ ചോദിക്കണം, ഇതിന്റെ വീൽ ബോൾട്ടുകളും നട്ടും ഒക്കെ മുറുക്കിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. കാര്യം നമ്മുടെ ജീവനാണ് വിലപ്പെട്ടത്. KSRTCയെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരുണ്ട്. അവരുടെ ജീവനൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് KSRTC ഓടുന്നത്. പിന്നെ മെക്കാനിക്കലി അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മൊത്തം ബസിന്റെ വീല് അപ്പാടെ ഊരി തെറിച്ചു പോയി എന്ന് പറയുമ്പോൾ ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ് വർക്ക്ഷോപ്പുകളിൽ നടക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടിട്ട് കർശനമായ രീതിയിൽ അതിനൊരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഓഫീസർമാരോട് വീൽ ബോൾട്ടുകളെങ്കിലും ചെക്ക് ചെയ്യാൻ പറയണം. ശരി, വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സംസ്ഥാനത്ത് നടക്കുന്ന ഈ നിയമലംഘനങ്ങൾ, വാഹനങ്ങൾ പാലിക്കാതെ പോകുന്ന നിയമങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ KSRTC സ്വകാര്യ ബസ് ഡ്രൈവർമാർ നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നുള്ള ഒരു ആഹ്വാനം അത് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സമാനമായൊരു സംഭവം നടന്നിട്ടുണ്ട്. കോതമംഗലത്ത് അമിത വേഗത്തിലും അതുപോലെ തന്നെ ഹോൺ അടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ മിന്നൽ വേഗത്തിലാണ് ഈ ഗതാഗത മന്ത്രി നടപടിയെടുത്തത്. ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ഈ ഡ്രൈവറുടെ സസ്പെൻഡ് റദ്ദാക്കാനും മന്ത്രി RTOയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിവിധയിടങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ റോഡുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും എല്ലായിടത്തും ഈ മന്ത്രിയുടെ ഈ ഒരു കണ്ണെത്തുമോ എന്നുള്ളതാണ് ഇവിടെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ റോഡുകളിൽ നിരവധി ജീവനുകളാണ് പൊലിയുന്നത്, നിരവധിയായിട്ടുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെയും ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പായുന്ന ഈ ഓട്ടപ്പാച്ചിലിനിടെ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ AI ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ട് പോലും അതുമൂലം നിരവധി വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു കാര്യമല്ലാതെ അതിന് പിന്നാലെ മറ്റൊരു തരത്തിലും ഈ ഒരു AI ക്യാമറകളൊക്കെയും മിഴിയടയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എത്ര AI ക്യാമറകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് വിരലിൽ എണ്ണാവുന്ന മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ KSRTC ബസ്സിൻ്റെ വീൽ ഊരിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചാലക്കുടിയിലാണ് യാത്രക്കിടെ ഈ KSRTC ബസ്സിൻ്റെ വീല് ഊരിപ്പോയത്. അതും വലിയ ഒരു അപകടമാണ് അവിടെ ഒഴിവായി പോയത്. ഈ കൃത്യമായൊരു പരിശോധന ഈ വാഹനത്തിന് മേൽ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരമൊരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു അപകടം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം പുതിയൊരു ബസ്സാണ്, അതിന് വേണ്ട രീതിയിലുള്ള പരിശോധനകൾ ഓരോ റൂട്ടിൽ ഇത്രയും ദൂരത്തേക്കൊക്കെ സർവീസുകൾ നടത്തുന്ന ബസ്സാകുമ്പോൾ വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തി മാത്രം ഈ യാത്ര ആരംഭിക്കേണ്ടതായിരുന്നു. അതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്നുള്ളൊരു വീഴ്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൻ്റെ മുൻചക്രമാണ് ഇത്തരത്തിൽ ഊരിത്തെറിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യവും ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരപ്പാച്ചിലിൽ നടപടിയെടുക്കുന്ന മന്ത്രി തീർച്ചയായും ഈ KSRTC ബസ്സുകളുടെ ഈ മത്സരയോട്ടം അല്ലെങ്കിൽ ഇത്തരം അലംഭാവകരമായ കാര്യങ്ങളിലൊക്കെ ഒരു നടപടി സ്വീകരിക്കേണ്ടതായുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണു വിജയൻ, നോക്കൂ, ഈ നിയമലംഘനങ്ങൾക്കെതിരെ ഈ റോഡുകളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായി നടപടി എടുക്കുമെന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാകും? കാരണം ഈ മന്ത്രിയുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണോ ഈ കർശന നടപടി ബാധകമാകേണ്ടതായുള്ളത്? ബസ്സുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യാത്രക്കാരെ കൊണ്ടുപോയി ക്രൂരമായ രീതിയിൽ, അതായത് യാതൊരു വിധമായ മാനദണ്ഡങ്ങളെയും നിയമങ്ങളെയും കാട്ടിപ്പറത്തിക്കൊണ്ട് സ്പീഡ് ഗവർണർ പോലെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വെക്കാതെ അമിത വേഗത്തിലാണ്, മത്സര ഓട്ടങ്ങളാണ് ഓരോ നഗരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ, അതായത് എറണാകുളമായാലും തിരുവനന്തപുരമായാലും നഗരങ്ങളിൽ പോലും സ്വകാര്യ ബസ്സുകൾ വലിയ രീതിയിലുള്ള മത്സര ഓട്ടങ്ങൾ നടത്തുന്നു, നിയമലംഘനങ്ങൾ നടത്തുന്നു. മന്ത്രി ചെയ്യുന്നത് എന്താണ്? മന്ത്രി കുറെ മാധ്യമങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് എവിടേക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെതായ ഒരു ഷോ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന എല്ലാ, അതായത് പൊതു ഗതാഗത സംവിധാനങ്ങളിൽ നിയമലംഘനങ്ങൾ ഇന്ന് പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ജീവനുകളാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ അമിത വേഗത കൊണ്ടും അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെയും അപകടങ്ങളും മൂലം സംസ്ഥാനത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ യാത്ര എന്ന് പറയുന്നത് ഒരു ദുരിതമായി മാറിയിരിക്കുന്നു. അപകടകരമായ രീതിയിലാണ് പല വാഹനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഈ വാഹനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ
ഇവിടെ മന്ത്രിയുടെ മുന്നിൽ പോലും കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, വാഹനം കാണിച്ചത് അറിയാമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു രീതിയിലേക്ക്, അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആളുകളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ധരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യമായിട്ടുള്ള റോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരു മാനദണ്ഡവുമില്ലാതെ ചീറിപ്പായുന്ന സ്വകാര്യ വാഹനങ്ങളെയും സ്വകാര്യ ബസ്സുകളെയുമാണ്. ഇവിടെ പലപ്പോഴും നമുക്കറിയാമല്ലോ ഇത്തരത്തിൽ, അതായത് എന്തൊക്കെ നിയമങ്ങൾ, അതായത് ഇവിടെ കുട്ടികളുടെ കൺസെഷനുമായിട്ടായാലും അല്ലെങ്കിൽ സ്വകാര്യ വണ്ടികളുടെ ആളുകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടായാലും സ്വകാര്യ ബസ്സുകളുടെ ജീവനക്കാരുടെ ഐഡന്റിറ്റി കാർഡിന്റെ കാര്യങ്ങളിലായാലും നിയമങ്ങളും അതോടൊപ്പം തന്നെ ഓരോ തരത്തിലുള്ള ഓരോ വർഷവും പുതിയ പുതിയ ചട്ടങ്ങളും ഉണ്ടാക്കുന്നതല്ലാതെ ഇതൊന്നും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തുവാനോ അല്ലെങ്കിൽ അത്തരം വാഹനങ്ങളെ കണ്ടെത്തുവാനോ ഐഡന്റിഫൈ ചെയ്യാനോ പിടികൂടാനോ ഒന്നും തന്നെയും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ജീവന് വിലയില്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ സ്വകാര്യ വാഹനങ്ങളുടെയും സ്വകാര്യ ബസ്സുകളുടെയും ഇത്തരത്തിലുള്ള കടന്നുകയറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പിൽ സർക്കാർ യാതൊരു നടപടിയും എടുക്കുന്നില്ല. എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ വിഷ്ണു വിജയൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സാധാരണക്കാരുടെ യാത്ര അത് ദുരിതപൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. ഈ നിരത്തുകളിൽ നിരവധിയായിട്ടുള്ള നിയമലംഘനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിലൊരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ഇത്തരം നിയമലംഘനങ്ങൾക്ക് കർശന നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ പോലും ഇതൊന്നും പ്രാവർത്തികമാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. മറ്റു വാർത്തകൾ കൂടെ നോക്കുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീളുന്നു. ദ്വാരപാലക ശില്പത്തിലെയും വാതിൽപ്പടിയിലെയും സ്വർണ്ണമോഷണത്തിന് പ്രത്യേകം എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരു കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയാണ്. 9 ദേവസ്വം ജീവനക്കാരെയും മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും ഉൾപ്പെടെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 2019 ദേവസ്വം അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി അറിയില്ലെന്നും എ പത്മകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എഫ്ഐആറിൽ ഒന്നാം പ്രതി. 9 ദേവസ്വം ഉദ്യോഗസ്ഥരെ കൂട്ടുപ്രതിയാക്കിയിട്ടുമുണ്ട്. 2019 ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ തുടങ്ങിയവരെ പ്രതികളാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണറായ കെ എസ് ബൈജു, ആർ ജി രാധാകൃഷ്ണൻ, പാളികൾ തിരികെ പിടിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ നായർ എന്നിവരാണ് മറ്റു പ്രതികൾ. കവർച്ച, വിശ്വാസവഞ്ചന, മോഷണം, ഗൂഢാലോചന തുടങ്ങി ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിലെ കട്ടിളകളുടെയും പാളികളിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട 2 വ്യത്യസ്ത സംഭവങ്ങളിലായാണ് കേസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. മറ്റ് പ്രതികളെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. അതേസമയം പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയെന്നറിയില്ലെന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദൻ പ്രതികരിച്ചു. അതെനിക്കറിയില്ല. പഴയ വാതിൽ ഊരിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയ വാതിലുണ്ടാക്കിയത്. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. ഡോറ് നമ്മൾ മരം എടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. സാധാരണ നമ്മളിവിടെ ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടുവന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതുള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കേസിൽ ഒന്നാമത്തെ പ്രതിയാണ്. അത് ഇടപാടുകൾ ദുരൂഹത എന്തെങ്കിലും ഇപ്പോൾ തോന്നുന്നു? അതിപ്പോൾ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ വന്നപ്പോൾ പറയാമെന്നല്ലാതെ നേരത്തെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. 5 വർഷം മുമ്പത്തെ കാര്യമാണല്ലോ. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം, തൃശൂർ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ മാത്രമേ തനിക്ക് അറിയുള്ളൂ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ. പാർട്ടി കമ്മിറ്റിയിലായതിനാൽ വിജിലൻസ് റിപ്പോർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും കടകംപള്ളി പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് 2 മുൻ പ്രസിഡന്റുമാർ 2 പേരെ FIRൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാനൊരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
നേരത്തെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.